എൻസൈക്ലോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നേ ദിവസങ്ങളിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് മിനിമം മാർഗ സമ്പ്രദായം പുതിയ അധ്യയന വർഷം മുതൽ കൂടുതൽ ക്ലാസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പുതിയ അധ്യയന വർഷത്തിൽ 5-6 ക്ലാസ്സുകളിലാണ് മിനിമം മാർഗ രീതി ഏർപ്പെടുത്തുന്നത്. അടുത്ത വർഷം 7ാം ക്ലാസ്സിൽ നടപ്പിലാക്കുന്നതാണ്. 8ാം ക്ലാസ്സിലാണ് മിനിമം മാർഗ സമ്പ്രദായം ആദ്യം ആരംഭിച്ചത്. ഇത് 9-10 ക്ലാസ്സുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 5, 6, 7 ക്ലാസ്സുകളിലും ഇത് നടപ്പിലാക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് 2026-27 അധ്യയന വർഷം മുതൽ എല്ലാ UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലും മിനിമം മാർഗ സമ്പ്രദായം പ്രാവർത്തികമാക്കുന്നതാണ്. 30% മാർക്ക് വേണം നിലവിൽ 8ാം ക്ലാസ്സിൽ പാസ്സാകുന്നതിന് വേണ്ടി. വാർഷിക പരീക്ഷയിൽ 30% മാർക്ക് നേടാത്ത വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തുന്നതാണ് രീതി. അവധിക്കാലത്തെ പ്രത്യേക പഠന പിന്തുണ പരിപാടികൾ നടപ്പിലാക്കിയതിന് ശേഷമാകും പുനഃപരീക്ഷ നടപ്പിലാക്കുന്നത്. ഈ മാസം 25 മുതൽ 28 വരെയാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പുനഃപരീക്ഷ നടപ്പിലാക്കുന്നത്. എന്നാൽ 30% മാർക്ക് നേടിയില്ല എങ്കിലും 9ാം ക്ലാസ് വരെ സ്ഥാനക്കയറ്റം തടയുന്നതല്ല. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പഴയ 100 രൂപ നോട്ടുകൾ ATMകൾ വഴി ഇനി ലഭിക്കുന്നതല്ല. ഇവയുടെ ഉപയോഗവും പ്രചാരവും ക്രമേണ പരിമിതപ്പെടുത്തുവാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. പകരം പുതിയ സീരീസിലെ നോട്ടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പകരം ഗാന്ധി സീരീസിന് മുൻപ് അച്ചടിച്ച നോട്ടുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെടുത്തിയുള്ള നയങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നത്. ഈ നോട്ടുകൾ ATMകളിൽ നിന്ന് ഒഴിവാക്കുന്നത്. പകരം പുതിയ സീരീസ് നോട്ടുകൾ മാത്രമേ ATMകൾ വഴി വിതരണം ചെയ്യാവൂ എന്ന് RBI എല്ലാ ബാങ്കുകൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ATMകളിൽ നിറയ്ക്കുന്ന മൊത്തം കറൻസികളിൽ 10% 100 രൂപയുടെ പുതിയ നോട്ടുകളായിരിക്കണമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ പഴയ 100 രൂപ നോട്ടുകൾ സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ടായിരിക്കുന്നതല്ല. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇപ്പോൾ പുതിയ ഡിജിറ്റൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുകയാണ്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് EPF വരിക്കാർക്കായിട്ട് ഉടൻ തന്നെ ATMകളിൽ നിന്ന് നേരിട്ട് PF സമ്പാദ്യം പിൻവലിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്ഗ്രേഡ് ചെയ്ത EPF വെർഷൻ 3.0 2025 മെയ് ജൂൺ മാസങ്ങളിലായി പുറത്തിറക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഓട്ടോ ക്ലെയിം സെറ്റിൽമെന്റ്, ഡിജിറ്റൽ തിരുത്തുകൾ, അതോടൊപ്പം തന്നെ ATMകളുടെ പണം പിൻവലിക്കുക തുടങ്ങിയ സേവനങ്ങൾ ഇതോടൊപ്പം തന്നെ ലഭ്യമാകുന്നതാണ്. EPFന് കൂടുതൽ കാര്യക്ഷമമാക്കുക, എല്ലാവർക്കും എളുപ്പത്തിൽ സമീപിക്കുവാനാകുന്ന വിധത്തിൽ മാറ്റുക എന്നിവയാണ് പരിഷ്കരണത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വെറും 200 രൂപ വാർഷിക പ്രീമിയം നിരക്കിൽ 42 ലക്ഷം അയൽക്കൂട്ടാംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബശ്രീ, സംസ്ഥാനത്ത് ഇൻഷുറൻസ് വകുപ്പ്, കുടുംബശ്രീയും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നുകൊണ്ടാണ് ജീവൻ ദീപം ഒരുമ എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഏപ്രിൽ 30 വരെയാണ് അയൽക്കൂട്ടാംഗങ്ങൾക്ക് പദ്ധതിയിൽ ചേരുവാനായിട്ട് സാധിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ പദ്ധതിയുടെ 2025-26 ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. 2022 തുടക്കമിട്ട പദ്ധതിയാണിത്. 18 മുതൽ 24 വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാവുന്നതാണ്. 18-നും 50-നും പ്രായമുള്ള അംഗത്തിന് സ്വാഭാവിക മരണം സംഭവിക്കുകയാണെങ്കിൽ അവകാശികൾക്ക് 2 ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ്. കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ ഇപ്പോൾ നിലവിൽ വിതരണം ചെയ്യുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. മാത്രമല്ല തിരഞ്ഞെടുപ്പ് വരികയാണ്. അതുമാത്രമല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പെൻഷൻ ഉപഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുന്ന സമയം കൂടിയാണ്. വാർഷിക മസ്റ്ററിംഗ്, അതുപോലെ തന്നെ സോഷ്യൽ ഓഡിറ്റിംഗ്, അതായത് വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം, ഇനി അതുപോലെ തന്നെ പെൻഷൻ പദ്ധതിയിൽ പരാതികൾ സ്വീകരിക്കൽ, അനർഹമായിട്ടുള്ളവർക്ക് പദ്ധതിയിൽ നിന്നും സ്വയം മാറുന്നതിനുള്ള അവസരം തുടങ്ങി ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ പ്രത്യേകിച്ച് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ തന്നെ തുടർന്നുള്ള മാസങ്ങളിലും അതിനുശേഷവും സർക്കാർ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തീയതികൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഉടൻ തന്നെ സർക്കാർ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ടും മാസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.